ഗുഡ് മോർണിംഗ് ശ്രീച്ചേലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് മയാമിയിൽ ഇന്ന് കുറച്ച് പരിപാടികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 8:29. ഇന്ന് ഞങ്ങൾക്ക് പരിപാടി 9:00 ഇവിടുന്ന് ഇറങ്ങണം. ഇന്നലെ വരുന്ന വഴിക്ക് എവർഗ്ലേഡിൻ്റെ അവിടെ നിർത്തിയിരുന്നു. ആ അലിഗേറ്ററിൻ്റെ അലിഗേറ്ററിനെ കണ്ടില്ലേ നമ്മൾ നടന്നു പോയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടേക്ക് തന്നെയാണ് പോണേ. എവർഗ്ലേഡിൽ അവിടെ ഒരു അലിഗേറ്റർ ഷോയും അങ്ങനെ കുറേ പരിപാടികളുണ്ടാകും. നമുക്ക് ബോട്ടിൽ പോയിട്ട് അലിഗേറ്റർ നേരിട്ട് കാണാം. അങ്ങനെ ഉള്ള പരിപാടികളാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണത്. അത് കഴിഞ്ഞിട്ട് അത് ഏകദേശം പിന്നെ അവരൊരു ഷോ ഉണ്ട് വേണം. എലിഗേറ്ററും സ്നേക്കും നമുക്ക് എലിഗേറ്റർ കുഞ്ഞുങ്ങളെയൊക്കെ തൊടാൻ പറ്റുന്നു അങ്ങനെ എന്തൊക്കെയാണ് കേട്ടേക്കണം. അറിയില്ല, നോക്കണം. അപ്പോൾ ആ പരിപാടികളിൽ ഇന്ന് പ്ലാൻ ചെയ്തേക്കണേ. പിന്നെ അങ്ങോട്ട് ചെല്ലുക, തിരിച്ച് ഒരു 40 മിനിറ്റ് അങ്ങോട്ട് ഓടിക്കാണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. നമുക്ക് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബ്രെഡ് ഉണ്ടാക്കേണ്ട മൂല്യ ചായയും. അപ്പോൾ അത് കഴിച്ചിട്ട് പോണ വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 8:32, ഒരു 9:00 ഇറങ്ങാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഏറ്റവും രസം എന്ന് വെച്ചാൽ അലിഗേറ്ററൊക്കെ റൂട്ടിലൂടെ ക്രോസ് ചെയ്യും. നമ്മുടെ ഡിയർ ക്രോസിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അലിഗേറ്റർ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അതൊക്കെ ഇവിടെ. പിന്നെ കെയർഫുൾ ആവണം. പല സ്ഥലത്തും പല നാഷണൽ പാർക്കിൽ നടക്കുമ്പോഴൊക്കെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഈ അലിഗേറ്ററിൻ്റെ അറ്റാക്കൊക്കെ സൈഡിൽ കൂടെ നടക്കുമ്പോഴേ. അപ്പോൾ പിള്ളേരൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടികളായിട്ട് നമുക്ക് എവർഗ്ലേഡിൽ പോയിട്ട് അവിടുത്തെ ഷോ പരിപാടികൾ അലിഗേറ്ററെല്ലാം കാണാം. അപ്പോൾ ശരി. ഇന്നലെ നമ്മളെ പുറത്ത് കാണിച്ചില്ലല്ലോ, ആ വീഡിയോ കാണിച്ചില്ല. പുറത്ത് ഇവിടെ ഇന്നലെ ഇരുട്ടായ കാരണം കാണിക്കാൻ പറ്റില്ല. ഇവിടെ അടിപൊളി സ്ഥലമാണ്. പുറത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വീട്ടിൽ. ഇങ്ങനെ പണിതിട്ട് അടിപൊളിയാണ്. ഇന്നലത്തെ താമസമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസം. നമുക്ക് ഒരു ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെ. അങ്ങനെ ഇതാണ് അമൂല്യ. റെഡിയായി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അമൂല്യ നല്ല ചായ ഉണ്ടാക്കുന്നുണ്ട്. കാപ്പിയാണോ? കാപ്പി അതിലുണ്ടാക്കണേ. ഓക്കെ. പിന്നെ ബ്രെഡും ജാമും ഉണ്ട്. നമുക്ക് മുട്ട കുറച്ച് വാങ്ങാമായിരുന്നു അല്ലേ? ഓക്കെ. ഇന്നലെ ക്രിസ്മസ് പ്രമാണിച്ച് കട അടവായിരുന്നു. അപ്പം അങ്ങനെ അവരൊക്കെ എണീറ്റ് വരുന്നുള്ളൂ. റോഷേട്ടനൊക്കെ നമ്മൾ ആമിക്കുട്ടി ഇവിടെ എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഗുഡ് മോർണിംഗ്. കാപ്പിയുടെ ഇത് ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു അല്ലേ? നന്നായി. നമുക്ക് ബ്രെഡ് ഒക്കെ ചൂടാക്കിയിട്ടുണ്ടല്ലേ. ജാമുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലേ? ആപ്പിളുകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ പോവാം. അത് കഴിച്ചിട്ട് എല്ലാം വാങ്ങിക്കൊണ്ട് തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റില്ലേ. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് അലിഗേറ്റർ ഷോ കാണാൻ പോണ്ടേ? കുളിച്ചു നല്ല? നീ ഇന്നലെ കുളിച്ചിരുന്നോ? എവിടെ ചേട്ടൻ? ആരത്? ആമി ചേച്ചിയെ കട്ടൻ ചായ. കട്ടൻ കാപ്പി മതി. ഏതായാലും കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. ഇതല്ലേ എൻ്റെ ചായ? അങ്ങനെ നമ്മൾ ചായ എടുത്തു. കിടപ്പ് നോക്കട്ടെ. ബ്രെഡ് കൊള്ളാം. അങ്ങനെ അപ്പം ഒന്ന് ചായ കുടിക്കുക, ബ്രെഡ് കഴിക്കുക. അടുത്തൊരു കടയുണ്ട്, പോയിട്ട് വല്ലതും വാങ്ങാൻ പറ്റുന്ന നോക്കട്ടെ. എന്നിട്ട് നമുക്ക് പോവാറായി. 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പം സമയം 8:45. അമൂല്യയുടെ സ്പെഷ്യൽ ബുൾസൈ റെഡി ഉണ്ട്. ഫുഡ് കഴിക്കട്ടെ. ടി വി ആണ്. സ്റ്റാർട്ട് ചെയ്യായി 10:15. നേരെ സ്ഥലം എവർഗ്ലേഡ്സ് ക്യൂ ആണ്. മാപ്പ് ഇട്ടോ, മാപ്പ് നോക്കി വേണം. നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടാ. ഇവിടെ എത്ര? 87, 89, 93 അല്ലേ? നമ്മളേതാ അടിക്കാറ്? 87 അല്ലേ? അത് ഡീസലിൻ്റെ അല്ലേ? പച്ച പെട്രോള് കുറേ അടിക്കേണ്ടി വരില്ലേ ഇപ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം എത്ര നമ്മൾ അടിച്ച? $67. അപ്പോൾ ഇതായും കൂടും. കാരണം ഒട്ടുമില്ല, 90 മൈൽ കാണിക്കണം. മറ്റേ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കി നോക്കാം. അപ്പോൾ 4 അടിയിലുള്ളതാണ് ഗാലൻ, മുകളിലുള്ളത് എമൗണ്ട്. അപ്പോൾ അത് 2.67 ഗാലനായി.
മുകളിലിട്ട് കാണിക്കുന്ന കാശ് വേണം $9 അങ്ങനെ. ടാമ്പയിലല്ലേ അവരുടെ കൂടുതൽ ഈ സ്റ്റേറ്റിന് വേണ്ട സകല ഗ്യാസോലിനും ടാമ്പയിലാണ്. ഓ ശരി. അവിടെ നിന്നാണ് കൂടുതൽ സപ്ലൈ. അതെ, ഇതിപ്പോ ഒരു ഗ്യാലന് 2.799 അല്ലേ? അതെ. ഈ 87 ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്യൂരിറ്റി ആവൂലേ? R+M2 മെത്തേഡ് മിനിമം ഒക്ടേൻ റേറ്റിംഗ് മിനിമം 10% എത്തണുള്ളൂ. അതിലാണ് ആ വ്യത്യാസം. അതെ, $40 ആയി ഏകദേശം. 14 ഗാലൺ, 15 ഗാലൺ. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 3 ലിറ്റർ അല്ലേ? 3 ആണ്. കുടിക്കുക വണ്ടി കുടിക്കുക. ഇത് ഇന്നലെ 22 ഗാലനായിട്ട് അടിച്ചു. ഇന്നലെ അടിച്ചില്ല, മിനിയാന്ന് 22 ഗാലനല്ലേ? അപ്പൊ ഇത് 18 ആയിട്ടപ്പോ ബ്ലോക്ക് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. നല്ല നമ്മൾ ഏകദേശം $66 23.915 ഗാലനാണ് അടിച്ചത്. $66. നാട്ടിലൊരു 5500 6000 രൂപ അല്ലേ? നാട്ടിലൊരു 6000 രൂപ. ഓൾറെഡി ഒരു 90 മൈൽ ഓടാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ടാങ്ക് ഏകദേശം ഒരു $75 ഒക്കെ പോയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 14 മിനിറ്റ്. നമുക്ക് 2 മിനിറ്റുള്ള എത്തിട്ടോ. സ്പീഡ് ലിമിറ്റ് ഇവിടെ എത്രയാണോ? മൊത്തം കാട് പോലെ 25 ഞാൻ പോയത്. ഇവിടെ ക്രോസിംഗ് ഉണ്ട് അല്ലേ? ഇവിടെ അലിഗേറ്റർ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവുന്നാണ് രേഷ്മ പറയണത്. സ്നേക്ക്. അതെയാ? നമ്മുടെ അവിടെയൊക്കെ മാനിനെ ഇടിച്ചു വീഴ്ത്താനല്ലോ പറയാറ്. നാഷണൽ പാർക്കാണല്ലോ അതോ. നല്ല തിരക്കുണ്ട് കേട്ടാ. ഞങ്ങളേ കാറ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് പാർക്ക് ചെയ്തു. ഇവിടെ നല്ല തണലുള്ള ഒരു ഏരിയയില് നമ്മൾ വണ്ടി അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ നടന്ന് ഇവിടെ കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെൽക്കം ടു എവർഗ്ലേഡ് ഹോളിഡേ പാർക്ക്. ഇവിടെ ഒരു മയിലിരിക്കുന്നുണ്ട് കേട്ടാ. നമ്മളിത് കയറാണ്. ഇവിടെ ക്യൂ ഉണ്ട് കേട്ടോ, നല്ല ക്യൂ ആണ്. അവിടെ ബോട്ട് പരിപാടി കണ്ടിട്ടോ. അതാവും പരിപാടി, അലിഗേറ്ററെ കാണാൻ പോണ പരിപാടി. അതിന്റെ സൗണ്ട് ആകുമ്പോ കേട്ടല്ലേ? ഇടുക്കിയേ കുട്ടികളെ നടക്കുക ചെയ്യണ്ടേ? അച്ഛനെ അമ്മേനെ എടുക്കട്ടെ. അമൂല്യ നൈസായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേറെ വീട്ടിൽ എടുക്കണം. അമൂല്യ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഉള്ളിൽ നിന്ന് എടുക്കണം. ഇതെന്താ നീ ഇവിടെ ചെയ്യണേ? ഇത് മൈനേഴ്സിന് ഇത് സൈൻ ചെയ്യണം. ഓക്കെ. മൈനേഴ്സിന് കേട്ടാൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ടിക്കറ്റ് 42 അഡൾട്ട്സിന്, 30 പിള്ളേർക്ക്. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങനെ. അതേപോലെ അവിടുന്ന് ടിക്കറ്റ് ഒന്നുകൂടി എടുക്കണം. ഇവിടുന്ന് എടുത്തത് കാണിക്കണം അവിടെ. അപ്പം അതിന് വേണ്ടി പോവാണ്. ബോട്ട് റെന്റലുണ്ട്, ആനിമൽ എൻകൗണ്ടേഴ്സ് ഉണ്ട്, എയർ ബോട്ട് ടൂർ ഉണ്ട്, ഗേറ്റർ ഷോ, പിന്നെ ആനിമൽ എൻകൗണ്ടർ ആവും. അങ്ങനെ പരിപാടികളാണ് കേട്ടോ അല്ലേ? ഇവിടെ ഷോകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി. എവർഗ്ലേഡ് ഹോളിഡേ പാർക്കാണ് നമ്മൾ എത്തിയേക്കണേ. എവർഗ്ലേഡ് ഹോളിഡേ പാർക്ക്. അപ്പോൾ അവിടുന്ന് ബോട്ട് സർവീസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ബോട്ട് ഇങ്ങനെ എടുത്ത് പോവും. കാണാല്ലേ ഒരു ബോട്ട് പോണത്? അപ്പോൾ നമ്മളെ നമ്പർ വിളിക്കും. നമ്പർ വിളിച്ചനുസരിച്ച് നമ്മൾ പോവും. അവിടെ റെസ്റ്റ് റൂം ഉണ്ട്. അപ്പോൾ അത് റെസ്റ്റ് റൂം ഉണ്ട് കേട്ടോ. ശരി, നമ്മൾ കയ്യുമ്പോൾ അങ്ങനെ ഓരോ തൊട്ടിച്ചു കേട്ടോ. ആമിന് കൈമോട്ടെ. അവിടെയാണ് ഗേറ്റിന്റെ പ്രസന്റേഷൻ. 41 നമ്മുടെ 44 ആണ്. 41 വിളിച്ചേക്കണേ. അപ്പോൾ അവർക്ക് ബോട്ടിന്റെ അടുത്തേക്ക് പോകണം എന്നാ പറയണേ. ഞാൻ പറഞ്ഞ 44 ആണ് വെയിറ്റ് ചെയ്യണേ.
അവിടെയാണ് ഗേറ്റ് പ്രസൻറ്റേഷൻ നടക്കണേ. അവിടെയാണ് ബോട്ട് റൈഡുകൾ നടക്കണ ഏരിയ. പ്രൈസ് വാങ്ങിയ നമ്മൾ 44 വിളിച്ചു. നമ്മളിതേ പോണോ. ആമിക്കിട്ടോ നമ്മൾ അലിഗേറ്ററെ കാണാൻ പോവാട്ടോ. വാ വാ വാ. എന്ത് പറ്റി? ഇങ്ങനെ പോയിട്ട് അവിടെയാണ് പരിപാടി. നമുക്ക് നോക്കാം. ഹോളിഡേ പാർക്ക്. ആരുടെ 2 തൊപ്പിയുണ്ട് തലയില്. ഇവിടെ ഫോട്ടോ എടുക്കണ്ടാക്കാൻ ആമിക്ക് കൊടുത്തത്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പരിപാടി. ഇങ്ങനെ നടന്നിട്ട് ഓരോ ബോട്ടുകളിൽ കയറുക. എന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. ഇതിൽ കൂടെ എൻട്രൻസ് കിട്ടാ. ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് 1 2 2 ബോട്ട്. വേറെ ബോട്ട് വന്നിട്ട് നമുക്കുള്ളാവും. അങ്ങനെ നമ്മൾ പോവാണ്. നമ്മുടെ യാത്ര തുടങ്ങാണ് ഇവിടുന്ന്. നമ്മുടെ ബോട്ടാണ് ഇത്, വൈറ്റ്. അടിപൊളി. ആ വണ്ടി ആ ബോട്ട് എടുത്തുട്ടാ. നമ്മൾ കയറിയായി. നമുക്ക് ബാക്കിലിരിക്കാം. ബാക്കിലിരുന്നോ? ആ കിടന്നോ. I'm required by law to ask you to put them on before you shove off. Folks, I'm going to go over some rules and safety info on the way out of here. You guys are ready for the alligators? യാത്ര തുടങ്ങി. എലിഗേറ്ററെ കാണാനുള്ള യാത്ര. തൊട്ടടുത്ത് എലിഗേറ്റർ വരുവാ. Mic check 1 2. Ladies and gentlemen, if you can hear me down there, just go make some noise for me. Alright, thank you guys. Welcome to Holiday Park. Give it to the beautiful Florida. It's my name's Mike. The bar today's called Battleship, and I'm sorry I had to rush off the dock so fast, folks. Busiest day of the year for us, so they're trying to keep us going here. Now we're on the water. What I was trying to tell you as we were shoving off, folks, in case any of you guys didn't hear me. Remember, I'll turn the boat around, try to get anything on both sides if you want to see it, especially any alligators. Now, the main thing, my number 1 rule actually, is to help me do what I was just telling you I will do with Finding Wildlife, folks. This is a flat bottom boat, so keeping it balanced, that really does help me steer. And it helps us get on playing more smoothly, go faster on the speed trails. So it's actually in your best interest to maintain that balance for me either way. In other words, don't slide back and forth. Is anybody seen falling? If there's an emergency, we have life vests in the big box. First time on an airboat, you guys probably figured out there what I meant was getting on a plane, felt the boat lift up a bit when we took off, and we're just gliding across the surface in those trails. Pretty much just the back of the boat is touching the water on them. That plus being flat. And along the center of this canal, the deepest point is about 30 feet. The Everglades today is over 2,000 square miles in size, which for reference, that's about 30% larger than the entire state of Rhode Island. കണ്ടാ കണ്ടു എന്നുള്ള രീതിയാണ്. അല്ല അതല്ലേ അല്ലേ? Yeah, we're out of the canal, so it's pretty shallow here too, folks. I mean, the water's murky, but some spots you should still be able to see to the bottom. That's swimming, folks, but they still wander sometimes, so they can potentially show up anywhere. So you see these lily pads all around us? Spatter dock. It's weird, so I usually just call them lily pads anyway, but if you want, you can also call them the alligator bonnet. Some folks call that because when the gators sit under them, it can sometimes look like they're wearing like a little hat. ഇതുവരെയായിട്ടൊന്നും തന്നെ ഞാൻ കണ്ടില്ല.
We're gonna let this boat get by here, folks, so we don't blast them if we take off. We got something to see here in the meantime anyway. There's an osprey way at the top of the trees here. Come up to your left side, folks. See the bird there with the brown and white feathers? Yeah, it's one of the largest birds of prey we got around here. About a 70-inch wingspan on the osprey. We also got river hawks, sea hawks, and fish hawks. എവിടെ? Because they're found around the water, of course. It's where the food is. The diet's pretty much exclusively fish. ബേഡിനെ കാണാ, ബേഡുണ്ട് അവിടെ. The catchings really hit the water at speeds up to about 65 miles per hour. Birds start to hover over the water. Don't blink. അലിഗേറ്ററിന്റെ പേരെന്തായിരുന്നു നമ്മള്? അലിഗേറ്ററിന്റെ പേരാ ജെസ്സി. ജെസ്സി. ജെസ്സിനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ജെസ്സി ഇവിടെ വരുന്ന Watching Sebastian's flag. He spun around, so yeah, he's definitely looking at something over there, folks. But that's the other thing, we don't want to crowd him, especially if he's got a gator right next to him. ജെസ്സി വരുന്നില്ല കേട്ടാ. Yeah, there's Sebastian spots here right by the way. Basically her bed right there. ഇവിടെ ജെസ്സി എന്ന് She loves പറഞ്ഞിട്ടുള്ളൊരു that spot too. I'm really surprised she ain't there. അലിഗേറ്റർ ഉണ്ട്. അതിന്റെ പേരാണ് ജെസ്സി. Perfect weather for these gators. പഞ്ചാബി ബസ്സിലെ ജെസ്സി. ജെസ്സി. ആ ഒരു പൂവുണ്ട് മഞ്ഞ ആമ്പല് പോലത്തെ അല്ലേ? എന്റെ ഇടയിലുണ്ട്. എന്റെ ഇടയിലൊക്കെ പൂവുണ്ട്. അവിടെ ഒരു ബേർഡ്സ് ഉണ്ട്. ബേർഡാണ് അതിൻ്റെ ഉള്ള ഒരു ബ്ലാക്ക്. അവിടെ ഒരു കിളിയുണ്ട്. പക്ഷി ഒരു പക്ഷി. Sorry, trying to go slow. Just had to keep the boat straight there. And there he goes. Boat straight there. And there he goes. Yeah. അലിഗേറ്ററിനെ കണ്ടിട്ട് നമ്മള് അതിന്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ഉണ്ട്. Sorry, but I was distracted looking at this gator. I only seen his head. അതിന്റെ ഇടയില് Again, in the grass here, come to your left side, folks. He's looking right at you. Yeah, it's the same one. He's not very big. About maybe 5.5 to 6 feet in length or so. You can tell I just been looking at the head, guys. This is about how long the alligator is in feet. 5 inches, 5 foot long gator. So yeah, she'll be jumping down. ഒരു അലിഗേറ്ററെ കണ്ടു. നമ്മളൊരു അലിഗേറ്ററിനെ കണ്ടു. ഓ അവിടെ ഉണ്ട് കേട്ടാ. Our bodies easily, so. Alright, so again, keep it steady for me here, folks. These gators got out here, even though we have names for some of them, there's not a gator out here like call friendly. Yeah, I just had to spend. ബോട്ട് സ്പീഡ് കൂട്ടാൻ പോകണ. I'm just going with the wind here, folks. The wind is pushing us ever so slightly. Left side only for this alligator. He's swimming that way. I'm gonna have to hit the gas just to straighten us out though here in a second, but അടിപൊളി. yeah, the wind's pushing us towards the trees. അമല അടിപൊളി കിട്ടിട്ടാ. Can't let that happen. Trying to curve for a little bit though, folks, much as I can. Best I can do for y'all. I had to straighten back out. Getting too close to those trees. ഓ നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മളെത്ര കണ്ടു. കഴിഞ്ഞ ടൂറ് നമ്മളത് തിരിച്ചെത്തി. ഇങ്ങനെ ഇരിക്കണുണ്ട് ഗീള്. നമ്മളൊരു ഇതിനെങ്ങനെ കണ്ടു കേട്ടോ. പക്ഷെ അത് അവിടെ അങ്ങോട്ട് നോക്ക്. അവിടെ ഒരെണ്ണുണ്ട് മറ്റേത്.
എലിഗേറ്റർ അവിടെ ഉണ്ട്. ഇതേ കണ്ണുണ്ട് നടുക്കില്. അടുത്ത ആൾക്കാർ വന്നു തുടങ്ങി. നമ്മൾക്ക് ഇറങ്ങാറായി. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ 4 എലിഗേറ്ററിനെ ആകെ കണ്ടേ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഈ ഷോയെ കുറിച്ച് നിനക്ക് എന്താ പറയാ? അടിപൊളിയായിരുന്നു അല്ലേ? നടന്നോ? വാ 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 വാ. ആ വലിയ മീൻ. വാ വാ നമുക്ക് നടക്കാം. ഇനി അടുത്ത പരിപാടികൾ നോക്കാം. ഇവിടെ ഒരു കിളിയുടെ സ്റ്റാച്യു ഉണ്ട്. ഒരു വർഷട്ടാ ഉണ്ടോ? ഷോ കാണാൻ പോവില്ല അടുത്ത്. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എലിഗേറ്റർ കണ്ടു. ഏതൊരു എലിഗേറ്ററിൻ്റെ പേരൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊക്കെ ഉണ്ട്. അതിനെ കണ്ടില്ല. അങ്ങനെ രസമായിരുന്നു. ഇനി ഇത് അടുത്ത ഷോ ഉണ്ട് ഇവരുടെ. അപ്പം അതിന് വേണ്ടി നടക്കാണ്. ഇതാണ് ഷോ അല്ലേ? ഇവിടെയാണ് അതിൻ്റെ ഷോ. ഓ ഇത് നല്ല വെയിലത്ത് നിൽക്കണല്ലോ. ഫോട്ടോ എടുത്തത് കിട്ടിയിട്ടാ. അടിപൊളിയുണ്ട്. ലഞ്ചായിട്ട് കുറച്ച് ഫുഡ് വാങ്ങിട്ടാ. ഗിഫ്റ്റ് ഷോപ്പാട്ടാ. എവർഗ്ലൈഡ് ഹോളിഡേ. നല്ല രസമുള്ള സ്ഥലമാട്ടാ അവിടെ. തുപ്പി 3D എലിഗേറ്റർ. കൊള്ളാം. ഇവിടെ അലിഗേറ്റർ സെക്ഷൻ. ഇവിടെ ഉണ്ടല്ലോ അലിഗേറ്റേഴ്സ്. $7. അമ്മ സമ്മതിക്കില്ലടാ. മാഗ്നറ്റ് എടുക്കണം ഇവിടുന്ന്. അടിപൊളിയാണല്ലോ. $25. ഓ $25. കീ ചെയിൻ. നമ്മുടെ ഫോട്ടോസ് ഇതേപോലെ. ഈ ഫോട്ടോസ് നമുക്ക് ഇതേപോലെ കീ ചെയിൻ എടുക്കാം. നമ്മളിത് ഡിജിറ്റൽ എടുത്തു കിട്ടാം. ഡിജിറ്റലാണ് നമുക്ക് ആവശ്യമല്ലേ. കുറേ തൊപ്പികളുണ്ട് ഇവിടുത്തെ വെറൈറ്റി. ഇവിടെ സ്ഥിരമുള്ള പരിപാടികളെല്ലാം ഉണ്ട്. എവർഗ്ലൈഡ്സ് ഹോളിഡേ പാർക്ക്. മാഗ്നറ്റ് ഭംഗി. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? എടുത്താൽ മതിയാ? ഏത്? ഇതാ? ഇത് വേണ്ട. ഇതെടുക്കാം. ഹോളിഡേ പാർക്ക് എവർഗ്ലൈഡ്സ്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? ഏത്? ഇതാ? അത് രസമില്ലടാ. ഇത് മതിയില്ലേ? ഇത് മതി. നോക്കാം. അമ്മോട് ചോദിച്ചോടാ. എങ്ങനെയുണ്ട്? ഇത് മതിയില്ലേ? നൈസാണല്ലോ. ഇത് പിടിക്ക്. ഏതാണ്ട് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതെങ്ങനെയുണ്ട്? നോട്ടെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ സാർ. പക്ക. ഓ നല്ല നന്നായി കുത്തുമ്പളേ നല്ല വേദന ഉണ്ട് കേട്ടോ ഇതിന്. കണ്ണൊക്കെ ഉണ്ട് ഇതിൻ്റെ. അതിൽ ഈ ചെറുതാണ് ഭംഗി. ചെറുതെടുക്കാം അല്ലേ? ഇവിടെ ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ. നമ്മളിത് ഷോക്ക് വരികയാണ്. നമ്മുടെ നമ്പർ അനുസരിച്ചിട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. മുമ്പ് ക്യൂ നിന്നു. പിന്നെ ഇപ്പം മനസ്സിലായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് കയറുകയാണ്. നമ്മുടെ ടൈമായി. ഇവിടെ കയ്യിൽ തരും എന്നൊക്കെ പറയുന്നത്. ഇത് ഇതിൻ്റെ അല്ല കേട്ടോ. അത് വേറെയാണ്. ഇത് വേറെ എക്സ്ട്രാ കാശ് കൊടുക്കണം. നമ്മൾ ദേ മുതലുകളുണ്ട് കിടക്കണേ. ഇവിടെ ഇരിക്കാം. നമ്മളത് ഷോ തുടങ്ങാറായി. Guys, see in here? So all these guys in here, they're what's known as nuisance alligators, especially wops. Hold up, we're not there yet. He's not even moving. Thanks, Michael, sweet boy. Hold up, listen. Can we go to your spot? I need you in the middle, kid. I need you in the middle. Can we go? Can we go to your spot? Okay, we're good here, sweet boy. Thank you, Snaggle. You sit down. Excellent. Okay, cool. So,
If you were a Seminole warrior back in the late 1800s, you're going out catching one of these guys, you're doing it to feed your family, but you always wanted to catch them alive. Alligator meat spoils very quickly in the hot Florida sun. First thing you want to do is secure. എന്റെ വായ ടൈറ്റ് ചെയ്യാം. ഓ ഇങ്ങനെയാ. This will give me time to take out leather or rope, do a couple wraps, tie a knot, and have myself a cotton-tied alligator. So I'm gonna go over some of his anatomy for you guys real quick. So the don't do it, snaggle, don't do it. Don't do it, snaggle, don't do it. So he's got 40 teeth and he just likes to make it look dramatic. Now, don't be weird, snaggle, don't be weird. No more snaps, man, no more snaps. I'm gonna bite you. I'm gonna bite you. You good? No, one more time, I'm gonna bite you. Wait, should I not do this? No, look, I don't know, it's my first day here. I saw a YouTube video, I thought it might just look kind of cool. No, I tried to do another joke, that's my fault, that's my fault. He's your good boy, he's your good boy, he's your good boy. He's your good boy. Hey! Listen, this smells amazing, by the way. As you guys can see, there's no animosity towards me. There's no hard feelings or anything like that. They're not these man-eating vicious monsters like people make them out to be. Bye, Stevie. എന്താ ആൽബിനോ കളർ മാറി വെള്ള കളർ. എവിടെ? നമ്മുടെ ഐടിയില് മറ്റേ ആൽബിനോ അലിഗേറ്റർ ആണ് കേട്ടോ. ആൽബിനോ വെള്ള മാൻ ഉണ്ടാവാറില്ലേ? ഓ വെള്ള അല്ലേ? വാ വാ വാ. വെള്ള കളറുള്ള അലിഗേറ്റർ ആൽബിനോ. അതൊരു അസുഖം വന്നോണ്ടാ വെള്ള. ആണോ? അസുഖം വന്നോണ്ടോ? അവിടെ ഉണ്ട് ആൽബിനോ. ഇവിടെ ഉണ്ട്. ആ കൂടിന്റെ ഉള്ളിൽ, ആ കൂടിന്റെ അടുക്കില് പാമ്പുണ്ടായിട്ടില്ല കേട്ടോ. ഉള്ളിൽ പാമ്പുണ്ട് കേട്ടാ. ഓ അവിടെ ഉണ്ടോ? ഓ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാം. 10 രൂപ കൊടുത്താൽ. അടുത്ത പ്രോഗ്രാം നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട് നമ്മൾ പോയി ഇനി അടുത്ത സ്ഥലത്തേക്ക്. ബീച്ചിക്കാണോ വീട്ടിലേക്കാണോ നോക്കട്ടെ, തീരുമാനമാക്കട്ടെ. നല്ല വെയിലല്ലേ? ഹേയ്, സമയം 10:53. ഇന്ന് പ്രത്യേകിച്ച് ഇന്നേതൊന്നും ചെയ്തില്ല. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഉച്ചയ്ക്ക് എത്തിയതാണല്ലോ നമ്മൾ. ഉച്ചയ്ക്കല്ല ഒരു 4 മണി സമയത്താണ് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചുള്ള നിങ്ങളും പുറത്തൊന്നും പോയില്ല.